നമ്മുടെ ടൂറിസം പ്രൊഡക്റ്റ് ആൻഡ് പ്രൊമോഷൻ എന്ന സബ്ജക്റ്റിലെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടൂർ ഗൈഡ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഗൈഡ് എന്ന ടോപ്പിക്കാണ്. ആരാണ് ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്നുള്ളതും അവരെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, വ്യത്യസ്ത രീതിയിൽ ടൂറിസ്റ്റ് ഗൈഡിന് അല്ലെങ്കിൽ ടൂർ ഗൈഡിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൂർ ഗൈഡ് എന്താ നോക്കാം. ടൂർ ഗൈഡ് ഡിഫൈൻസ് വൺ ഹൂ കണ്ടക്ട് എ ടൂർ. ഒരു ടൂർ കണ്ടക്ട് ചെയ്യുന്ന ആരാണോ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ടൂർ ഗൈഡ് എന്ന് പറയും. അതിന് ബ്രോഡ് നോളജ് ഓഫ് പെർട്ടിക്കുലർ ഏരിയാസ് ഹൂസ് പ്രൈമറി ഡ്യൂട്ടി ഈസ് ടു ഇൻഫോം. ദ ടേം ടൂർ ഗൈഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വേരിയസ് പ്രൊഫഷണൽ who are in any way engaged in guiding people, including tour manager, docents and interpreters. ഇതൊരു ടൈപ്പ് ഓഫ് ഡെഫിനിഷനാണ്. ടൂർ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, പ്രൊഫഷണൽ രീതിയിൽ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടൂർ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറൊരു ഡെഫിനിഷൻ നോക്കാം. ആൻ ഇൻഡിവിജ്വൽ ഹു എയ്തർ ആൻ എംപ്ലോയി ഓർ എ അഫിലിയേറ്റഡ് ഓഫ് ദി ഡ്യൂലി ലൈസൻസ്ഡ് ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസി. ഒരു ടൂർ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. അതാണെന്ത്, നമ്മൾ എല്ലാവരും പറയുന്ന പോലെ അവർ ഈ പറഞ്ഞിട്ടുള്ള ഫ്രീലാൻസ് ടൂർ ഓപ്പറേറ്റർ ആയിരിക്കും. അവർക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കമ്പനീൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർക്കൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള അതോറിറ്റീൻ്റെ അണ്ടറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് വ്യക്തമായിട്ടുള്ള സാലറി, കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓരോ ടൂർ പ്രോഗ്രാമിനും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിൻ്റെ, ടൂർ ആൻഡ് ട്രാവൽ ഏജൻസിൻ്റെ ഒരു എംപ്ലോയി ആയിരിക്കും. അദ്ദേഹം ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്യുന്നു, ഡൊമസ്റ്റിക് ആയിട്ട്. അതേപോലെ ഫീ ഓർ കമ്മീഷൻ ആൻഡ് ലോഫുൾ ഫോം ഓഫ് റെമ്യൂണറേഷന് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവരെ സർവീസിന് അവർ ചാർജ് ഈടാക്കുന്ന രീതിയിൽ നടത്തുന്ന ഒരു ഗൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൂറിസ്റ്റ് ഗൈഡ്. ഇനി വേറൊരു ഡെഫിനേഷൻ നോക്കാം. ദിസ് ഈസ് സംവൺ ഹു ടേക്ക് പീപ്പിൾ ഓൺ സൈറ്റ് സീയിങ് എക്സ്കർഷൻ ഓഫ് ലിമിറ്റഡ് ഡ്യൂറേഷൻ. കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് ആൾക്കാരെ ഒരു എക്സ്കർഷനിസ്റ്റ് പോലെ അവരെ വരുന്ന ആൾക്കാരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുക, അവരെ നമ്മളൊരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് പറയാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് ഒരു വേറൊരു ഡെഫിനേഷൻ നോക്കാം. എ പേഴ്സൺ ഹു ഗൈഡ് വിസിറ്റേഴ്സ് ഇൻ ദി ലാംഗ്വേജ് ഓഫ് ദെയർ ചോയ്സ് ആൻഡ് interprets the cultural and natural heritage of an area, which personnel normally possess the area specific qualifications usually used or recognized by the appropriate authority. ഒരു വ്യക്തമായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതോറിറ്റിൻ്റെ ലൈസൻസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന, ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഷ അറിയാത്ത വേറെ ഏതെങ്കിലും ലാംഗ്വേജ് സംസാരിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരെ കൾച്ചറും അല്ലെങ്കിൽ അവരെ ലാംഗ്വേജും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആരാണോ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ വേറൊരു ഡെഫിനേഷൻ നോക്കാം. ദ റോൾ ഓഫ് എ ടൂറിസ്റ്റ് ഗൈഡ്. ടൂറിസ്റ്റ് ഗൈഡിൻ്റെ റോളുകൾ എന്തൊക്കെയാണ്? 2 ഇഷ്യൂസാണ് മെയിനായിട്ട് പറയുന്നത്. വൺ ഇസ് പാത്ത് ഫൈൻഡറാണ്, രണ്ടാമത്തത് മെൻറ്ററാണ്. പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി കാണിക്കുന്ന ആളാണ്. മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലി ആ ലൊക്കേഷനെ പറ്റിയിട്ട്, ആ ലൊക്കേഷനിലൂടെ ജീവിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യും. അങ്ങനെയുള്ള രീതിയിലുള്ള മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളാണ് മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എ പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ആസ് വൺ ഹു ലീഡ് ദ അതേഴ്സ് ത്രൂ സോഷ്യൽ ആൻഡ് നാച്ചുറൽ ഏരിയാസ് അൺനോൺ ഓഫ് ഇറ്റ്സ് ഫോളോവേഴ്സ്. ഒരു ഏരിയയിലൂടെ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണ്, ആ ഏരിയനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല. ആ സ്ഥലത്ത് നമ്മളെ ഓരോ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചിട്ട് ആ ഏരിയയിലൂടെ നമ്മൾ നാച്ചുറലി നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എ മെൻറ്റർ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബഡഡ് വിത്ത് കോൺസെപ്റ്റ് ഓഫ് പേഴ്സണൽ ടൂർ. ഒരു വ്യക്തിന് ഇൻഡിവിജ്വലായിട്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ ടൂർ ഉണ്ടായിരിക്കുക. എ സ്പിരിച്വൽ അഡ്വൈസർ or it's described as a specialist service as the guru to see the seekers, guiding towards the insight of enlightenment. ഒരു ഗുരുവിനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരാളാണ് മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അദ്ദേഹം അതിനുള്ളിലുള്ള ഉൾക്കാഴ്ചകൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തരും. അതും ഒരു ടൂറിസ്റ്റ് ഗൈഡ് തന്നെയാണ്. ഇനി വേറൊരാളുണ്ട്, ദാറ്റ്സ് എ പേഴ്സൺ ഹു മാനേജ് എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് എ മൾട്ടി ടൂർ ഡേ. അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഒന്നിൽ കൂടുതൽ ദിവസങ്ങളിൽ നമ്മളെ ടൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ആരെങ്കിലും ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൂർ കണ്ടക്ടർ എന്നാണ് പറയുക, അല്ലെങ്കിൽ ടൂർ കൊറിയർ എന്ന് പറയും. ഇനി നമ്മൾ പറയുന്നത് എ ടൂർ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? എ പേഴ്സൺ ഹു മാനേജ് ആൻ ഇറ്റിനറി ഓൺ ബിഹാഫ് ഓഫ് ദി ടൂർ ഓപ്പറേറ്റർ, ensuring the program
is carried out and described in the tour operator's literature and sold to the traveler's consumer and who gives a local practical information. ഇറ്റിനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൂർ പോകുന്നതിന് മുന്നായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് വ്യക്തമായിട്ട് നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ പ്രത്യേകതകളും നമ്മൾ കാണേണ്ടതും നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുന്നതിന് പറയുന്ന പേരാണ് ഇറ്റിനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇറ്റിനറിൻ്റെ ബേസിൽ ഇറ്റിനറി മേക്ക് ചെയ്യുക അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടൂർ ഓപ്പറേറ്ററെ അല്ലെങ്കിൽ ടൂർ ചെയ്യുന്ന ആൾക്കാരെ കംഫർട്ട് അനുസരിച്ചിട്ട് ഇറ്റിനറി മേക്ക് ചെയ്യുക. അങ്ങനെ ഇറ്റിനറി മേക്ക് ചെയ്തിട്ട് ഒരു ടൂർ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ടൂർ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ടൂർ കണ്ടക്റ്റിംഗ് ടൂർ ഗൈഡ് ഇതെല്ലാം നമ്മുടെ ടോപ്പിക്ക്. നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ടൂർ ഗൈഡുകൾ. പല ടൈപ്പ് ടൂർ ഗൈഡുകളുണ്ട്. ഓൺ സൈറ്റ് ഒരു ലോക്കൽ ഗൈഡ് ഉണ്ട്, സിറ്റി ഗൈഡ് അല്ലെങ്കിൽ അയാൾ വിളിക്കും എസ്കോട്ട് എന്ന് പറയും, സ്പെഷ്യലൈസ്ഡ് ഗൈഡ് അല്ലെങ്കിൽ നാലാമത്തേത് സ്റ്റെപ്പ് ഓൺ ഗൈഡ്. ഈ 4 രീതിയിലാണ് ടൂർ ഗൈഡുകളുള്ളത്. ഒന്നാമത്തേത് ഓൺ സൈറ്റ് ഒരു ലോക്കൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ കോമ്പിറ്റൻറ്റ് ഇനഫ് ടു ഗൈഡ് ഇൻ ദി സെൻട്രൽ ലോക്കലി ഓർ ഏരിയ. ഒരു ഏരിയനെ പറ്റി അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഉദാഹരണത്തിന് നമ്മളൊരു കൊടൈക്കനാൽ പോയി, ആ കൊടൈക്കനാൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്, ഏതൊക്കെ സമയത്ത് പോയി കഴിഞ്ഞാലാണ് അതിൻ്റെ കംഫർട്ടായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കുന്നതാണ് എന്ത് ലോക്കൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സ്പെസിഫിക് ഏരിയനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അയക്കുന്നുണ്ടാവും. സിറ്റി ഗൈഡ് അല്ലെങ്കിൽ എസ്കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ അക്കോമ്പനീസ് എ ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് ഫ്രം ദി പോയിൻ്റ് ഓഫ് ഒറിജിൻ ടു ദ ഡെസ്റ്റിനേഷൻ ആൻഡ് ബാക്ക് ടു ദ ഒറിജിൻ, യൂഷ്വലി ഹാൻഡ്ലിങ് എ ഗ്രൂപ്പ് ഓഫ് ചെക്ക് ആൻഡ് ചെക്ക് ഔട്ട്. അതായത് നമ്മൾ ഒരു സിറ്റി കാണാൻ പോവാണ്, മോർണിംഗ് സെക്ഷനിൽ നിന്ന് ഒരു ടീം ഓഫ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തിട്ട് അവരെ സിറ്റി മുഴുവൻ കാണിച്ചിട്ട് തിരിച്ച് ആ ഒരു ഒറിജിൻ തന്നെ അവർ തിരിച്ചെത്തിക്കും. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ടൂറിസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് സിറ്റി ഗൈഡ് അല്ലെങ്കിൽ എസ്കോട്ട് എന്ന് പറയും. ഇനി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ ഗൈഡ് ഹൂ സ്പെഷ്യലൈസ്ഡ് ഇൻ എ സെർട്ടൈൻ ഫീൽഡ് സച്ച് എസ് ബോട്ടണി, ആർക്കിടെക്ചറൽ ആൻഡ് എൻവിയോൺമെൻറ്റ് ഓർ മറൈൻ ലൈഫ് എക്സെട്ര. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫീൽഡിൽ അവർ വ്യക്തമായിട്ട് പഠിച്ച് അതിനെ പറ്റിയിട്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ടൂറിന് കൊണ്ടുപോയിട്ട് അവിടുത്തെ കാര്യങ്ങളും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ടീം, അതാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റെപ്പ് ഓൺ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4ാമത്തെ ടൈപ്പ് ഓഫ് ഗൈഡാണ് എ ഗൈഡ് ഹൂ ജോയിൻ എ ടൂർ ബസ് ഫോർ എ ലോക്കൽ സൈറ്റ് സീയിങ് എക്സ്കർഷൻ. സാധാരണ രീതിയിൽ നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിലാണ് യാത്ര. ആ സമയത്ത് ഒരു ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബസ്സിലുണ്ടായിരിക്കും. നമ്മൾ പോകുന്ന ഓരോ ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടും അയാൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ട് ആ ഒരു ഫുൾ ഡേ ട്രിപ്പിൽ നമ്മൾ കൂടെ ഉള്ള ഒരാളാണെന്ത് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ക്വാളിറ്റീസ് ഓഫ് എ എഫക്റ്റീവ് ടൂറിൻ്റെ ഒരു ടൂർ ഗൈഡിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ലവ് ഓഫ് കൺട്രി വേണം, ആ രാജ്യത്തെ പറ്റി സ്നേഹിക്കണം, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, പ്ലീസിങ് പേഴ്സണാലിറ്റി ആയിരിക്കണം, മസ്റ്റ് ഹാവ് എ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ പീപ്പിളിനായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വളരെയധികം നല്ലൊരു കഴിവുണ്ടായിരിക്കണം. അതേപോലെ റിസോഴ്സ്ഫുൾനെസ്, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏരിയനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അയാൾക്ക് അതിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റിയിരിക്കണം. ട്രസ്റ്റ് വർത്തിന്, അതായത് അയാൾ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ടാക്ട്ഫുൾനെസ് ആയിരിക്കണം, വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. എ സെൻസ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഗുഡ് ഹെൽത്ത്, പങ്ക്ച്വൽ ആയിരിക്കണം. ഒരു ടൂർ ഗൈഡിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് പങ്ക്ച്വൽ. ഒരു കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ആ ഓരോ സമയത്തും ടൈം ഹാൻഡ്ലിങ്, പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൂർ ഗൈഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി വേണം, സെൻസിബിൾ ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം. അതേമാതിരി ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ടൂർ കൊണ്ടുപോകാൻ പറ്റില്ല. ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, അവരെ കൊണ്ടുപോകാൻ പറ്റണം. ഇനി നമ്മൾ പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഗൈഡ്. ഗൈഡിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് പ്രൊവൈഡ് ദം ഇൻഫർമേഷൻ അബൌട്ട് ദ എക്സ്പ്ലനേഷൻ ഓഫ് പ്ലേസ് ഹോണസ്റ്റ്ലി വിത്ത് പ്രെജുഡ്യൂസ്. അതായത് വ്യക്തമായിട്ട് ഇത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ടൂർ ഗൈഡിന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഒന്നാമത് വ്യക്തമായിട്ട് ഇൻഫർമേഷൻസ് അയാൾ പറഞ്ഞു കൊടുത്തിരിക്കണം. അതേമാതിരി ഓരോ ഡെസ്റ്റിനേഷൻ്റെയും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രൂത്തായിട്ടുള്ള സ്റ്റോറി നമ്മൾ പറയരുത്, കറക്റ്റ് സ്റ്റോറി അയാൾ പറഞ്ഞിരിക്കണം. അതിൻ്റെ ട്രഡീഷൻ എന്താണ്, അതിൻ്റെ ലെഗസി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. വളരെ റെസ്പോൺസിബിളായിട്ട് അയാൾ ഹാൻഡിൽ ചെയ്തിരിക്കണം. അതേപോലെ ഓൾവേസ് ടാക്ട് ആൻഡ് ഡിപ്ലോമസി ഇൻ ഡീലിംഗ് വിത്ത് ഗസ്റ്റിനായിട്ട് ഡീൽ ചെയ്യാൻ വ്യക്തമായിട്ടുള്ള ഒരു കഴിവ് തന്നെ വേണം. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതൊക്കെ അയാൾക്ക് വേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. നെവർ ടേക്ക് അഡ്വാൻറ്റേജസ് ഓൺ ഇഗ്നോറൻസ് ഓഫ് ദി ടൂറിസ്റ്റുകളെ ഇഗ്നോറൻസ്, അതായത് ചില സ്ഥലങ്ങളെ പറ്റി അയാൾക്ക് അറിയുണ്ടാവില്ല,
അപ്പോൾ അവിടെ പോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നല്ല സ്ഥലമായിരിക്കും, അങ്ങനെ പറ്റിക്കുക ചെയ്യരുത്, പറ്റിക്കാൻ പാടില്ല. അതേമാതിരി നമുക്ക് ചില അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില ടാക്സി അല്ലെങ്കിൽ ഓട്ടോ, എല്ലാവരും അങ്ങനെയല്ല, ചില ആൾക്കാർ നമ്മളെ പറ്റിക്കും, സ്വാഭാവികമാണ്. കുറഞ്ഞ ദൂരം നമുക്ക് പോകണ്ടാവുള്ളൂ, പക്ഷെ അവർ നമ്മൾ അറിയാത്തൊരു സിറ്റി പോയിട്ടുണ്ടെങ്കിൽ ചുറ്റി വളച്ചിട്ട് നമ്മളെ കൂടുതൽ യാത്ര ചെയ്തിട്ട് പൈസ വാങ്ങാനുള്ള ഐഡിയ ആയിരിക്കും. അത് ചില സമയത്തൊക്കെ ചീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു ടൂറിസ്റ്റ് ഗൈഡ് ഈ വരുന്ന ടൂറിസ്റ്റുകളെ ഇഗ്നോറൻസ് ഒരിക്കലും അവർ മുതലാക്കരുത്. അതേപോലെ യുവർ സെൽഫ് യൂസ്ഡ് ടു ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എപ്പോഴും അഡ്വാൻറ്റേജസ് ഓഫ് ടൂറിസം, അതായത് എപ്പോഴും ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതേപോലെ കോമൺ സെൻസ് ഉണ്ടായിരിക്കണം, ഹോണസ്റ്റി ആയിരിക്കണം. സേ ഐ ഡോണ്ട് നോ എന്ന് പറയരുത്. എന്ത് കാര്യം ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾ എന്താ ചെയ്തോ എന്നുള്ള ആ ലെവൽ വരരുത്. ഐ വിൽ ചെക്ക്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം, അല്ലെങ്കിൽ അയാൾക്കറിയാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അയാൾ ആക്ട് ചെയ്തിരണം. അതേപോലെ ഗസ്റ്റിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്തിരിക്കണം, അത് അയാൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഫുഡ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഈ റിഫ്രഷ്മെൻറ്റ് ഫെസിലിറ്റീസ് അയാൾ കൊടുത്തിരിക്കണം. ഹൈറ്റോ കാര്യങ്ങളോ പേടിയുണ്ടെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അതേപോലെ നായ കടിക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ എത്തുന്ന സമയത്ത് അവർ വ്യക്തമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള പറഞ്ഞു കൊടുക്കണം. പിന്നെ അതായത് ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടൂറിസ്റ്റ് വളരെ ഗസ്റ്റുകൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ആ ടൂറിസം ഡെസ്റ്റിനേഷനെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ടൂറിസത്തിൻ്റെ റെപ്യൂട്ടേഷൻ എപ്പോഴും അവർ ആക്ട് ചെയ്തിരിക്കണം. ഇത്രയും കാണാൻ എന്ത് ചെയ്യുക, അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി വേണം. ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്നതാണ്. ഇതാണ് നമ്മളൊരു ടൂറിസ്റ്റ് ഗൈഡിന് വേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മളെ ടൂറിസം പ്രൊഡക്റ്റ് ആൻഡ് പ്രൊമോഷൻ എന്ന സബ്ജക്റ്റ് അവസാനിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.